ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിലും അത് മുട്ടിക്കാൻ വല്ലാത്ത ത്വരയാണ് ചില മനുഷ്യർക്ക്, അതും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് നൗഫൽ കൂടി ചേരുകയാണ്. നൗഫൽ, അവിടെ പൊതിച്ചോറ് വിതരണം പുരോഗമിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നമുക്ക് ആ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ലഭിക്കേണ്ടതുണ്ട്. നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. നമുക്കറിയാം കേരളത്തിൽ ആദ്യമായി ഹൃദയപൂർവ്വം പദ്ധതി ആവിഷ്കരിക്കുന്നത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് ഒരു മുടക്കവുമില്ലാതെ ജില്ലയിൽ ഓരോ ദിവസം ഓരോ മേഖലാ കമ്മിറ്റികൾ എന്ന നിലയിൽ ഇന്നും നമുക്ക് കാണാം. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മണിക്കൂറുകളോളം നീളുന്ന ആ ഒരു ക്യൂ ഉണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ അതിന് ആദ്യം നമ്മളോട് ചേരുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഈ പ്രതികരണം. ആരോഗ്യമന്ത്രി തികച്ചും മനുഷ്യത്വരഹിതമാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയത്. കാരണം 2017 ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. ഇത് ഇന്ന് നിലവിൽ കേരളത്തിലെ 14 ജില്ലകളിലും വളരെ മാതൃകാപൂർവമായിട്ടാണ് നടന്നു പോകുന്നത്. ഇത്തരം മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെയാണ് തികച്ചും മനുഷ്യത്വരഹിതമായിട്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് ഈ ഒരു പ്രതികരണം നടത്തിയത്. ഇതിനെ ശക്തമായിട്ട് തന്നെ നൗഫൽ, അവിടെ ഭക്ഷണം വാങ്ങാൻ എത്തുന്ന മനുഷ്യരുടെ പ്രതികരണത്തിലേക്ക് പോകും. തീർച്ചയായും പാവങ്ങളെ ശാപമാക്കാനാണ് ആരോഗ്യമന്ത്രി അങ്ങനെ നിയമിച്ചാലേ ഈ നിരവധി വന്ന് നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നവരുടെ ഉയിരെവിടെ എത്തും? എന്ത് ചെയ്യും അവർ? കിട്ടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ ഈ ഭക്ഷണത്തിന് വന്ന് കാവല വയ്ക്കുന്നു. അതിനെന്ത് വേണം മക്കളെ? ഇത്തരത്തിലാണ് ഓരോരുത്തരും വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. നമുക്കറിയാം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇത്തരത്തിൽ നിൽക്കുമ്പോൾ അതിൽ മണ്ണ് വാരിയിടുന്ന അല്ലെങ്കിൽ അത് നിരോധിക്കണമെന്ന് തികച്ചും മനുഷ്യത്വപരമായ ഒരു പ്രസ്താവന. ഇത് നിർത്തലാക്കണമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. നിർത്താൻ പാടില്ല. കൂടുതൽ നമ്മൾ സംസാരിക്കുന്നില്ല. ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഈ ജനങ്ങളൊക്കെ ഉച്ചയ്ക്ക് എങ്ങനെ എല്ലാം മരിക്കാനാണോ ഇവരുടെ ആഗ്രഹം? ഇത് തന്നെയാണ് ഓരോ ജനങ്ങളും അത് തന്നെയാണ്. അവർ വൈകാരികമായി പല രീതിയിലുള്ള പ്രതികരണങ്ങൾ പറയുമ്പോഴും ഉള്ളിൽ തട്ടിയുള്ള പ്രതികരണങ്ങളാണ്. അമ്മ, ഈ ചോറ് ഏത് പാർട്ടിയായാലും ഈ ചോറ് കൊടുത്തിരിക്കണം. ഇത് പാവത്തുങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് ദൂരേന്ന്. ആ ജനങ്ങൾക്ക് വേണ്ടി അവർ ആരെന്ന് വേണ്ട, ഒരു പാർട്ടിയും നോക്കണ്ട, ഈ ചോറ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും, കൂടുതലും പാവപ്പെട്ടവരും സാധാരണക്കാരും ഇവിടെ വരുന്ന വലിയ വില കൂടിയ മരുന്നുകൾ എഴുതി തരും. ഒരുപാട് പേർക്കും ഒരു നേരത്തെ ആഹാരം മേടിക്കാനുള്ള കാശില്ലാതെ വരും. അപ്പോൾ ഈ ചോറ് നിർത്തിയാൽ എങ്ങനെയാ? അതുകൊണ്ട് ഈ ചോറ് ഉണ്ടാവണം, കൊടുത്തിരിക്കണം. അധികാരത്തിൽ വീണ്ടും വന്നത് എന്ന് ഞാൻ പറയത്തില്ല. ആര് വന്നാലും ഈ ചോറ് കൊടുക്കണം. ശരിയില്ല, അയാളെ ഇറക്കണം. അയാൾ കയറിയിട്ടില്ല. പണ്ട് ഡിവൈഎഫ്ഐക്കാർ സമരം ചെയ്താണ്, എസ്എഫ്ഐ സമരം ചെയ്താണ്. VD സതീശൻ മുഖ്യമന്ത്രി ശരിയല്ല. ഒരു നേരത്തെ ആഹാരത്തിന് കൊടുക്കാൻ ഗതിയില്ല. പിന്നെ കെ മുരളി തന്നെ അല്ല VD സതീശൻ, കെ മുരളി അതറിയാം. മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കണം. ആൾക്കാർ അത് തന്നെയാണ്. ജനങ്ങൾ ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർ. ഇതിൽ നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഇതിന്റെ അകത്തുള്ളത് വിശപ്പിന്റെ പ്രശ്നം മാത്രമാണ്. ഇത്രായിരം മനുഷ്യർക്ക് ഡിവൈഎഫ്ഐ നൽകുന്ന ഈ പൊതിച്ചോറ് നിർത്തലാക്കണം എന്ന് പറയുന്നതിലുള്ള കടുത്ത പ്രതിഷേധം ജനങ്ങൾ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇതിലൊരു രാഷ്ട്രീയവുമില്ല. ഇത് വിശപ്പിന്റെ രാഷ്ട്രീയം മാത്രമാണ് ഇതിലുള്ളത്. നമുക്കറിയാം അവരുടെ ആപ്തവാക്യം, അതായത് യാതൊരു രാഷ്ട്രീയവും കലർത്തുന്നില്ല. അതായത് വയറെരിയുന്നവരുടെ, നമുക്കറിയാവുന്നതുപോലെ വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന ആപ്തവാക്യത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പദ്ധതി, അതായത് 2017 അന്ന് മുതൽ ഇന്നോളം ഒരു ദിവസം പോലും, ഏത് ആഘോഷ ദിവസമായാലും ഏത് പ്രതിസന്ധിയുടെ ദിവസമായാലും മുടക്കമില്ലാതെ തുടരുന്ന ഒരു പദ്ധതിയാണ്. ജനങ്ങൾക്ക് എത്രത്തോളം അത് ഉപകാരപ്രദമാണ് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യം നമ്മളിപ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഓരോരുത്തരും അവരുടെ നിർത്തലാക്കണമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്ന. പിന്നെ നമുക്കൊന്നും കഴിക്കണ്ടേ? നമ്മളിങ്ങനെ ഈ ആശുപത്രിയിൽ രോഗികളെ ഇട്ടുകൊണ്ട് കിടക്കുമ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നത്? പിന്നെ ഞാൻ എന്തേലും പറയണം? നമുക്ക് വല്ലതും കഴിച്ചാലേ പറ്റുള്ളൂ. തീർച്ചയായും നൗഫൽ, ആ മനുഷ്യർ അവിടെ
ഷമ്മി അത് തന്നെയാണ്. നമുക്കറിയാം ഓരോരുത്തരും അതായത് പല രീതിയിലാണ് പല അതായത് ഇവിടെ മനുഷ്യർക്ക് ഒരു വ്യത്യാസവുമില്ലാതെ പല രീതിയിലുള്ള ആൾക്കാർ പല ജില്ലകളിൽ നിന്ന് പല പ്രായത്തിലുള്ളവർ വരുന്നുണ്ട്. നമുക്കറിയാം പിഞ്ച് കുഞ്ഞുങ്ങളടക്കം അല്ലെങ്കിൽ പ്രായം ചെന്നവരുൾപ്പെടെ എല്ലാവരും ഉച്ചയ്ക്ക് ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. അവിടെ തുടങ്ങി നമുക്കറിയാം പുറകിൽ SIT ആശുപത്രി കറങ്ങി ഇതേപോലെ തന്നെ മറ്റൊരു പാരലായിട്ട് മറ്റൊരു ഇതുകൂടി കറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഒരു മണിക്കൂറുകളോളം ഇത് നീണ്ടുന്നത് 4000-ഓളം പേർക്കാണ് ഒരു ദിവസം വിശപ്പ് അകറ്റുന്നത്. പല വീടുകളിൽ നിന്ന് അതായത് യാതൊരു വിധത്തിൻ്റെ ചെലവുകളിലുമില്ലാതെ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി ചെന്ന് പല വീടുകളിൽ നിന്നായിട്ട് അവർ യാതൊരു കൊടുക്കുന്നവർ ആര് എന്ന് പോലും അറിയാതെ അത്രയും ജനങ്ങൾ വാങ്ങി കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ അതിനെയാണ് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഒരു തരത്തിലും നേരത്തെ പറഞ്ഞതുപോലെ ഈ തരത്തിൽ ഇവിടെ ഇനി മുതൽ നടത്താൻ അനുവദിക്കില്ല എന്ന് ഇത് വാങ്ങി കഴിക്കുന്നവരെ കൂടി അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പറഞ്ഞു വെച്ചത്. അതിലുള്ള വൈകാരികമായ പ്രതികരണങ്ങൾ തന്നെയാണ് ഓരോ ജനങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്നത്. നടത്താൻ പാടില്ലെന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അത് ശരിയായ കാര്യമല്ല. കാരണം ഇങ്ങനെ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഒരു അന്നം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് ഇനിയും തുടർന്നു പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. ഷമ്മി അത് തന്നെയാണ്. അതായത് ജനങ്ങൾ ജനങ്ങളുടെ ആ ഒരു വികാരം അത് തന്നെയാണ് DYFIക്ക് ഈ പൊതിച്ചോർ പ്രവർത്തനം തുടർന്നു പോകാൻ നൽകുന്ന ഏറ്റവും വലിയ ധാർമ്മികമായ ശക്തി. കാരണം അത്രമാത്രം സാധുക്കളായ മനുഷ്യരാണ് അവരെ ആശ്രയിച്ച് ഓരോ ദിവസവും സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ കഴിയുന്നത്. ഒരു നേരത്തെ ഭക്ഷണം DYFIയുടെ പ്രവർത്തകർ കൊണ്ടുവരും എന്ന ഉറപ്പ് അവർക്ക് ഉണ്ട്. കയ്യിൽ ഒരു പൈസ ഇല്ലെങ്കിലും ഉച്ചയ്ക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ വൈകിട്ട് പട്ടിണി കിടക്കേണ്ടി വരില്ല. 2 പൊതി ചോദിച്ചാൽ DYFIയുടെ പ്രവർത്തകർ അത് നൽകും. കൂടെ നിൽക്കുന്നവർക്ക്, രോഗിക്ക് ഒക്കെ തന്നെ ആ രീതിയിൽ വിശപ്പ് അടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം DYFIക്ക് ഇന്ന് നൽകാൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു പ്രവർത്തനം ഇത്രയും നാളായി ഏതാണ്ട് 10 വർഷത്തിലധികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ DYFIക്ക് നൽകുന്ന ധാർമ്മികമായ ശക്തി എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ്.